പ്രിയപ്പെട്ടവരെ, എങ്ങനെയിരിക്കുന്നു? ഈ പ്രഭാതം എങ്ങനെയിരിക്കുന്നു? ഈ ദിവസം സന്തോഷമായിരിക്കുന്നുവോ? ഓരോ ദിവസവും നമുക്ക് ആശീർവാദമുള്ള ദിവസമാണ്. ഓരോ ദിവസവും നമ്മൾ സന്തോഷത്തോടെ ഇരിക്കണം. അതാണ് യേശുവിൻ്റെ ആഗ്രഹം. അതിനാണ് നിങ്ങൾ യേശുവോടൊത്ത് നടക്കണം എന്ന് ഞാൻ പറഞ്ഞു തരുന്നത്. യേശുവിൻ്റെ കൈപിടിച്ച് യേശുവോടൊപ്പം നടക്കാൻ ആരംഭിച്ചാൽ ജീവിതകാലം മുഴുവൻ സന്തോഷമുള്ളതായിരിക്കും. കഷ്ടങ്ങളും പ്രശ്നങ്ങളും ഞെരുക്കങ്ങളും ഉണ്ടാകും. അവയുടെ നടുവിൽ യേശു കൈപിടിച്ച് നടത്തിക്കൊണ്ടു പോകും. പക്ഷേ നിങ്ങളെ അതൊന്നും നശിപ്പിക്കില്ല. അതിന് നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചിരിക്കണം. ഇന്ന് ദൈവം പറയുന്ന വചനം എന്താണെന്നറിയാമോ? യെശയ്യാവ് 52 അധ്യായം 12 വാക്യത്തിൽ യഹോവ നിങ്ങൾക്ക് മുൻപായി നടക്കും. അതാണ് പ്രധാനം. യഹോവ നിങ്ങൾക്ക് മുൻപായി നടക്കും. ഈ വചനം വായിച്ചപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നു. 1974 വർഷം കർത്താവ് എന്നെ ദൈവ ശുശ്രൂഷയ്ക്കായി വിളിച്ചു. അപ്പോൾ എല്ലാവരും എന്നെ ഉത്സാഹിപ്പിക്കും, സപ്പോർട്ട് ചെയ്യും. ഹിന്ദു കുടുംബത്തിൽ നിന്ന് വന്നിരിക്കുന്നു, യേശുവിന് ശുശ്രൂഷ ചെയ്യുന്നു എന്ന് ഉത്സാഹിപ്പിക്കും എന്ന് വിചാരിച്ചു. പരിഹാസം, നിന്ദ, അപമാനം, ദുഷിച്ച കാര്യങ്ങൾ പറഞ്ഞു പരത്തി, ഇല്ലാത്ത നടക്കാത്ത കാര്യങ്ങൾ പറഞ്ഞു. മനസ്സ് വല്ലാതെ നുറുങ്ങി. മതി യേശുവേ, ഇനി ശുശ്രൂഷ ചെയ്യാനാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു രാത്രി കർത്താവ് എന്നെ സന്ദർശിച്ച് എന്തിനാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു. അങ്ങേക്ക് ശുശ്രൂഷ ചെയ്താൽ എല്ലാവരും ഉത്സാഹിപ്പിക്കുമെന്ന് കരുതി. പക്ഷേ പലതും പറഞ്ഞു പരത്തുന്നു, ഇല്ലാത്തതും നുണയും പറയുന്നു. വേണ്ട യേശുവേ എന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിക്കൂ, അതാണ് ശുശ്രൂഷ. കുരിശ് ചുമന്നുകൊണ്ട് നടക്കണം. ഒന്നും മറക്കാൻ പാടില്ല. ഞാൻ നിനക്ക് മുൻപായി നടക്കും. എന്ത് പ്രശ്നവും പോരാട്ടവും ഞെരുക്കവും അപമാനവും വന്നാലും എന്നെ കടന്നിട്ടേ നിന്റെ അടുത്തേക്ക് വരാനാവൂ. നീ വിശ്വാസത്തെ മുറുകെ പിടിക്ക്, ഞാൻ നിന്നെ നടത്തിക്കൊണ്ടു പോകുമെന്ന് പറഞ്ഞു. അതെന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമായിരിക്കുന്നു. ഇപ്പോഴും ഞാൻ അനുഭവിക്കുന്ന ഉപദ്രവം, നിന്ദ, ഞെരുക്കം ഏതായാലും യേശുവിനെ കടന്ന് എന്റെ അടുത്തേക്ക് വരാനാവൂ. കാരണം യേശു മുന്നിൽ നടക്കുന്നു. അതിനാൽ എനിക്ക് ഭയമില്ല, ഭീതിയുമില്ല. അതാണ് ദൈവം നിങ്ങളോട് പറയുന്നത്. എന്റെ മകനെ, മകളെ, ഞാൻ നിന്റെ മുന്നിൽ നടക്കും. എന്തൊക്കെ പ്രശ്നവും പോരാട്ടവുമായാലും ശരി, എന്നെ കടന്നല്ലേ നിന്റെ അടുത്തേക്ക് വരൂ. പിന്നെന്തിനാണ് ഭയപ്പെടുന്നത്? ഞാൻ മുൻപേ പോയി വളഞ്ഞിരിക്കുന്ന വഴികളെല്ലാം നേരെയാക്കും, തടസ്സങ്ങൾ മാറ്റും എന്ന് പറയുന്നു. ഇന്ന് തടസ്സങ്ങൾ മാറും. വളഞ്ഞിരിക്കുന്ന വഴികളെല്ലാം നേരെയാകും. യേശു മുന്നിൽ നടക്കുന്നു. വിശ്വാസത്തോടെ പറയൂ, യേശുവേ, അങ്ങെന്റെ മുന്നിൽ നടക്കുന്നതിന് സ്തോത്രം. എന്നെ ഒന്നും ഉപദ്രവിക്കില്ല, ബാധിപ്പുമുണ്ടാവില്ല. എന്നെ ജയിപ്പിച്ചങ്ങ് അത്ഭുതകരമായി നടത്തും. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ